ഗോ 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 മാൻ ഗോ ഗോ. അപ്പോൾ നമ്മൾ അല്ലേ പോകുന്നുള്ള തീരുമാനത്തിലാണ്. ഇപ്പോൾ വേറെ ഒബ്സ്റ്റക്കിൾസ് ഒന്നുമില്ല, ലൈക്ക് കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ പയ്യൻ സിക്കായിരുന്ന പയ്യൻ ഓക്കെ ആയി, നമ്മുടെ 2 വണ്ടികളും ഓക്കെ ആയി. സഞ്ജയുടെ വണ്ടി മാത്രം വേറെ എന്തോ ഒരു കംപ്ലൈൻറ്റും കൂടെ കാണിച്ചു. അതായത് റൈറ്റ് സൈഡ് ഹാൻഡ് തിരിക്കുമ്പോൾ ആക്സിലേറ്റർ റൈസ് ആവുന്നത് ഒരു, അതായത് പവർ കൂടുന്ന ഒരു പ്രത്യേകത വന്നിട്ടുണ്ട്. സോ അതിനിപ്പോൾ എന്താവുമെന്ന് ദൈവത്തിനറിയാം. പക്ഷേ ഓക്കെയാണ്, നമ്മുടെ ട്രിപ്പിന് മുടക്കുന്നില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇതൊക്കെ എന്താ പറയുക, പാർട്ട് ഓഫ് അവർ ട്രിപ്പാണ് കേട്ടോ. ഓക്കെ. പക്ഷെ ഇന്നലെ നമ്മൾ പോയത് പാങ്ങോങ്ങിലേക്ക് പോയത്, അല്ലെങ്കിൽ മാങ്ങിലേക്ക് പോയത് വേറെ റൂട്ടാണ് കേട്ടോ, അതിലൂടെ ഉള്ള റൂട്ടാണ്. ഇത് വന്നിട്ട് അത് മല കയറണം. പക്ഷേ എന്താണെന്നറിയില്ല. ഇപ്പം ഇന്ന് നമ്മൾ 2 മണിയായി, 2 മണിക്ക് നമ്മൾ മല കയറാൻ നിന്ന് കഴിഞ്ഞാൽ ഷുവറാണ് ഇന്നലത്തെ അവസ്ഥയാവും. അതായത് തണുപ്പടിച്ച് തിരിഞ്ഞു പോവും. സോ അതുകൊണ്ട് നമ്മൾ വേറെ റൂട്ടാണ് എടുത്തേക്കുന്നത്. ഇത് 2 ഇപ്പോൾ നമ്മൾ ഇപ്പോൾ സ്റ്റേ അടിച്ച സ്ഥലത്തു നിന്ന് കുഹുറു എന്നുള്ളൊരു സ്ഥലമാണ് കേട്ടോ. കുഹുറു എന്നുള്ള സ്ഥലത്ത് നിന്ന് 2 ലൈൻസ് പോകുന്നുണ്ട്. 2 ലൈന് സ്പ്ലിറ്റാവും. ഒന്ന് നേരെ പാങ്ങോങ് വഴി ഇങ്ങനെ മല കയറി പോകുന്നതും, ഒന്ന് ഈ റൈറ്റിലോട്ട് നമ്മൾ വരുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ലേന്ന് വരുമ്പോൾ ഒന്ന് നേരെ പോയാൽ പാങ്ങോങ് വഴി മല കയറി ചുറ്റി കയറുന്ന വഴിയും, ഈ വഴി നമ്മുടെ താഴ്വാരം വഴി നമുക്ക് ഇവിടെ എത്താം. ഓക്കെ, ഹാങ്ലി എത്താം. അപ്പോൾ നമ്മൾ ഈ വഴിയാണ് ചൂസ് ചെയ്തത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മല കയറിയ മക്കളെ നമ്മൾ പടവാകും. ഓക്കെ, അതുകൊണ്ട് മല കയറാനുള്ള ചെറിയ ബുദ്ധിമുട്ട് കാരണം നടക്കൂല. സോ അതുകൊണ്ട് നമ്മൾ വേറെ റൂട്ട് എടുത്തു. എങ്ങനെയും എന്ത് മുഖേനയും നമ്മൾ ഹാങ്ലി എത്തണം എന്നാണ്. ഈ റോഡ് നമ്മൾ എത്തും കായ്. ഓക്കെ, തെരുവ് പട്ടികൾ വേറെ തെരുവ് പട്ടികളല്ലേ, നമ്മുടെ അവിടുത്തെ വലിയ വലിയ ബ്രീഡ് പോലെയുണ്ട്. ഓക്കെ, ഇതാ ഇൻഡസ് ആണ് ആ ഓടുന്നത് കേട്ടോ. ഞാൻ ഇന്നലെ ഏതാ നദി എന്ന് അറിയാതെ ഇരിക്കുകയായിരുന്നു. ഇൻഡസ് ആണ് ആ ഓടുന്നത് കേട്ടോ. നിങ്ങൾക്ക് കാണിച്ചു തരാം. ലൈക്ക് ഇത് ഇൻഡസ് ആണ്. ഇപ്പം ഇച്ചിരി വെള്ളമൊക്കെ കുറവാണ്, ഫുള്ളായിട്ട് നിറയൊക്കെ ചെയ്യും. അത് ഇൻഡസ് ആണ് കേട്ടോ. പക്ഷെ ഈ ഒരു വ്യൂ നോക്കിയേ, എന്താ മോനെ. നമ്മളിപ്പോ ഈ ഒരു ഓഗസ്റ്റ്, അതായത് ഓഗസ്റ്റ് അല്ല, സെപ്റ്റംബർ ലാസ്റ്റോടുകൂടി വന്നതുകൊണ്ടാണ് ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്നത്. സ്ട്രഗിൾ മീൻസ് ഈ തണുപ്പിന്റെ ഒരു സ്ട്രഗിൾ വരുന്നത്. നിങ്ങൾ ജൂൺ ജൂലൈ ഓഗസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തണുപ്പിന്റെ സ്ട്രഗിൾ ഇല്ലാതെ ഈസി ആയിട്ട് ലഡാക്ക് ചുറ്റാൻ പറ്റും. പക്ഷേ എന്താണ്, നമുക്ക് ലഡാക്കിന്റെ ആ മഞ്ഞും മലയും അതൊന്നും കിട്ടൂല. നിങ്ങൾക്ക് മഞ്ഞ് കാണുന്നുണ്ടെങ്കിൽ ഇതാണ് പെർഫെക്റ്റ് ടൈം. പക്ഷെ ഇതുപോലത്തെ പ്രശ്നങ്ങളും നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൂടെ ഒന്ന് ആലോചിക്കുക. വെറും മഞ്ഞ് മാത്രം നോക്കിയിട്ട് വരാനൊന്നും പറ്റില്ല, ഇതുപോലത്തെ പ്രശ്നങ്ങളും ഉണ്ടാവും. സോ ആ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഫേസ് ചെയ്യാനുള്ള വിൽ പവർ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് വേണം വരാൻ. നമുക്ക് വിൽ പവർ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ എപ്പോഴും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും നമ്മൾ മനുഷ്യരല്ലേ, നമുക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഓക്കെ, ഇതാണ് ഇൻഡസ് കേട്ടോ. എൻ്റെ മോനെ ഇൻഡസ് കാണുമ്പോൾ നല്ല ക്രിസ്റ്റൽ വെള്ളമാണ്. ഇറങ്ങി കുളിക്കാനൊക്കെ തോന്നും. ഇറങ്ങിയാൽ പിന്നെ കയറേണ്ടി വരില്ല. ഓക്കെ, അങ്ങ് പൊട്ടത്തയ്ക്കും നമ്മൾ കേട്ടോ. ഇവർക്കൊക്കെ പറ്റും, ഇവിടുത്തെ ഉള്ളവരൊക്കെ അത് എക്സ്പേർട്ടുകളായിരിക്കും, നമുക്ക് പറ്റില്ല. എൻ്റെ മോനെ ഈ വ്യൂ കണ്ടിട്ടാണ് എനിക്ക് ഒന്നും പറയാനില്ല ഗൈസ്. നല്ല അടിപൊളി വ്യൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ഇനിയിപ്പോ നേരെ ഹാനില്. ഇനിയിപ്പോ വേറൊരു ഇതും കൂടെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് 100-200 കിലോമീറ്ററിന് പമ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഫുഡ് ചിലപ്പം മേ ബി ഉണ്ടാവും, ചായ കാര്യങ്ങളും ഉണ്ടാവും.
പെട്രോൾ പമ്പ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വരിക. 200 കിലോമീറ്റർ ഓക്കെ, ഒരു ബൈക്ക് പോകുന്നതാണ്. പക്ഷെ ചാൻസ് എടുക്കാൻ നിൽക്കണ്ട, അതിൻ്റെ തയ്യാറെടുത്തിട്ട് നിങ്ങൾ വരിക. ഓക്കെ. ഓ എന്താ വ്യൂ, പൊളി വ്യൂ. കുറേ ആർമി വണ്ടികൾ പോകുന്നുണ്ട്, അവർ നമുക്ക് കുറേ സാധനങ്ങളും തരുന്നുണ്ട്. പണി മേലെ പണിയാണല്ലോ. ഇർഫാൻ്റെ വണ്ടി പഞ്ചർ. ഓ മൈ ഗോഡ്. നിൽക്ക് ആണി വലിച്ചെടുക്കട ആദ്യം. എന്തൊരു ഇതിലെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ട്യൂബാണ്. ട്യൂബ് എങ്ങനെ ഇപ്പം എന്ത് ചെയ്യുക? ട്യൂബ് മാറ്റേണ്ടി വരും, അതേ ഉള്ളൂ വഴി. ഏതിലാണടാ പേടിക്കുന്നത്? ഇതുണ്ട് ഒരു ആണിയില്ലേ, ആണിയടാ. ഇതിപ്പോ ട്യൂബല്ലേ, ട്യൂബിന് എന്ത് ചെയ്യാൻ പറ്റും? പുതിയ ആണി. അയ്യോ തൊണ്ടോട്ടിറങ്ങിയില്ല. ഇതുപോലെ ഒരു കിറ്റ് വാങ്ങി വയ്ക്കാടാ, എന്താ റേറ്റ്? ഈ ട്യൂബാണോ എന്താ ചെയ്യേണ്ടതെന്ന് ഐഡിയ ഇല്ല. ട്യൂബ് മാറ്റേണ്ടി വരും. ഇതാ എക്സ്ട്രാ ട്യൂബുണ്ടോ? ട്യൂബ് മാറ്റേണ്ടി വരും. പിന്നെന്ത് ചെയ്യുന്നു? പിന്നെ അങ്ങോട്ട് പോലും നടക്കില്ല, ഇങ്ങോട്ട് പോലും നടക്കില്ല. ആ നമുക്ക് മാറ്റാ പറഞ്ഞാ കട്ടയടിച്ച് കയറ്റുവോ? ഏത്? ഊരാണല്ലേ. അത് സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ നടക്കും. വലുത് വേണം, പക്ഷേ വലിയ സ്ക്രൂ ഡ്രൈവർ ഉണ്ടോ? കൊണ്ടുപോവാ, അതേ നടക്കുള്ളൂ. അതാ ശരി. നീ നിന്റെ ബാഗ് അയക്കി, നിന്റെ ബാഗ് അയക്കി. നമുക്ക് ടയർ അയക്കാം. വന്ന പിന്നെ 50 ഓടില്ല. 10 മിനിറ്റ് കൊണ്ട് അടിച്ചടിച്ച് ഓടുക. അതന്നെടാ, വെയിറ്റ് ഉള്ളതുകൊണ്ട് വർക്കാവുന്നു. ടയർ ഊരാ, അതാ നല്ലത്. ടയർ ഊരാ ഇപ്പം എന്താ, പക്ഷേ ബ്രേക്ക് ഊരില്ലെന്ന്. പിന്നെ ഒരു കാര്യം ചെയ്യുന്ന പിന്നെ ട്രൈ എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. ഒരു കാര്യം ചെയ്യ്, നീ ഇപ്പൊ ഒരു കാര്യം ചെയ്യ്, ചാൻസ് എടുക്കണ്ട. നീ ഇത് അൺലോഡ് ചെയ്യ്. നല്ല ആണിയാണ്. അടിക്കില്ല നടക്കുന്നു. നിൽക്കും.
10 മിനിറ്റ് എന്നാ പറഞ്ഞത്. അടിച്ചടിച്ച് ഓടിയാൽ മതി. ലഗേജ് ഇറക്കുന്നു. പുതിയ ആണിയടോ. ഞാൻ അതല്ല ആലോചിക്കണത്, നമ്മളെ ലേ വിടാൻ സമ്മതിക്കില്ലല്ലോ. അതെ, മറ്റേ സൽസമൊക്കെ പോലെ ആയല്ലോ. മൊക്ക് തിരിഞ്ഞ അപ്പം പണിയാണ്. അതിപ്പോ അവൻ്റെയും വീണില്ലേ? ഇപ്പൊ അവൻ്റെയും വീണില്ലാന്നല്ലേ ഉള്ളു, പൊട്ടിയില്ലേ? അറിയില്ല, നോക്കണം. ഇത് വർക്കാവോ? മുഴുവനൊന്നും അടിക്കണ്ട. കണ്ട് കണ്ട് മതിയായി. നമ്മളെ വിടുന്നില്ലല്ലോ, അതാണ്. മുട്ടുകളുടെ ടയർ റിപ്പയർ ചെയ്തില്ലേ? വേഗം ഓടിക്കും. പോ, രണ്ടാൾ പോ. രണ്ടാളൊന്നും ഇരിക്കണ്ട. കത്തിച്ചു കിട്ടോ? സംഭവം കൊള്ളാല്ലേ, പക്ഷേ ഇത് എന്താണ് നോക്കട്ടെ. 10 മിനിറ്റ് ഇല്ലേ? P3 മൊട്ടുകളുടെ MC ടയർ റിപ്പയർ കേട്ടോ. ഇത് ട്യൂബ്ലെസ്സിനും പറ്റൂല്ലേ? ഓ, പൊളി സാധനം. ട്യൂബ്ലെസ്സിന് പിന്നെയും ലാസ്റ്റ് കഴിഞ്ഞോ? ഒരു ഡപ്പ ഫുള്ള് അടിക്കണം. കഴിഞ്ഞോ? അത് പൂകൂടാ. കളയട്ടെ? നമ്മൾ പ്രകൃതിനെ ഇതാക്കാണ്. അപ്പൊ നമ്മുടെ ചെക്കൻ്റെ പഞ്ചറൊക്കെ ഒട്ടിച്ചു. റെഡി ഡീൽ. ഞാൻ അടുത്ത പഞ്ചർ ഇട്ടാതിരുന്നാൽ മതിയായിരുന്നു. എടാ, മറ്റേ ഫോം അടിച്ചിട്ട് പോയിട്ട് പഞ്ചർ എങ്ങനെ കണ്ടുപിടിച്ചു? ഫുൾ ടയർ അയച്ചു. എന്നിട്ട് വെള്ളത്തിൽ മുക്കിയ? ഓ, ഫോം അങ്ങനെ ഉണ്ടായിരുന്നത് ട്യൂബിൻ്റെ ഉള്ളിലല്ലേ ഫോം ഉണ്ടായിരുന്നത്? പുറത്താ? അത് കലക്കിയിട്ടാ. പക്ഷെ അത് കലക്കിയില്ലേ? നല്ല നെയ്ത് സാധനം. 10 ഇല്ല, മുകളിൽ കിട്ടും തോന്നുന്നു. 10 കിലോമീറ്ററും പോയി. ഒരു 15 കിലോമീറ്റർ പ്രതീക്ഷിക്കാം അല്ലേ? 15 കിലോമീറ്റർ. ഓക്കെ ഗായ്സ്, അപ്പം പഞ്ചർ ഇട്ടിട്ട് നമ്മൾ സെറ്റായി. മറ്റേ ഫോം
പോകുമ്പോൾ ഏകദേശം 15 കിലോമീറ്റർ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ട്യൂബുള്ളവർ ഒരു ബങ്കർ കിറ്റ് കരുതുക. നമ്മുടെ മൊട്ടികളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ടയർ റിപ്പയർ ഫോമും കരുതുക. കണ്ടോ, ഇതൊക്കെയാണ് ഓരോ പണി. ഓക്കെ, അപ്പോൾ നമ്മൾ റൈഡ് തുടരുകയാണ്. ലെറ്റ്സ് ഗോ ഗായ്സ്. അപ്പോൾ നമുക്ക് പോവാം. ഇതുകൊണ്ട് ഉള്ളിൽ നമ്മളൊരു തെർമലും കൂടെ ഇടുന്നുണ്ടോ. പക്ഷെ ഇതിട്ടിട്ട് ഇപ്പോൾ വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല, എന്നാലും ഇടും. യോ ഗായ്സ്, ഈ Insta360 മെമ്മറി കാർഡ് ഇറന്നാണ് കാണിക്കുന്നത്. ഫോർമാറ്റ് ചോദിക്കുന്നുണ്ട്. എന്താ പറയാ, ഫോർമാറ്റ് എങ്ങനെ ചെയ്യാം? അപ്പോൾ ഇത്രയും എൻ്റെ കുറേ ദിവസത്തെ ഫുട്ടേജ് ഇതിനകത്തുണ്ട്. ഞാൻ വേറെ ഏതിലേക്കും മാറ്റിയിട്ടൊന്നുമില്ല. മേ ബി തണുപ്പ് കാരണമാണെന്നാണ് എനിക്ക് ഇത് ഒരു എന്താ പറയുക, തണുപ്പ് കാരണമാണ് അത് എടുക്കാത്തതെന്ന് തോന്നുന്നു. റൂമിൽ ചെന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്യാം, മറ്റേ ആ ഒരു ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്നുകൂടെ ഇട്ട് നോക്കണം. ഫോർമാറ്റ് ചെയ്യേണ്ടി വന്ന അയ്യോ പണി പാടി. കാരണം ഇതിപ്പോൾ മെമ്മറി കാർഡ് ഇതാവുന്നില്ല. അതുകൊണ്ടോ അതിപ്പോൾ ഓൺ ആക്കിയാലും കണ്ടോ മെമ്മറി കാർഡ് ഇറർ. ദ സിസ്റ്റം ഫോർമാറ്റ് ഓഫ് ദ എപ്പിക്കാർഡ് ഓപ്പറേഷൻ ഫെയിൽഡ് ഇഷ്യൂവിന് ഓപ്പറേഷൻ 2 seconds. കണ്ടോ ഫോർമാറ്റ് അത് ഓട്ടോമാറ്റിക് ഓഫായി പോവുക. എന്താണെന്ന് അറിയില്ല. ഓക്കെ സാരമില്ല, നമുക്ക് ഹെൽമെറ്റ് മൗണ്ട് ചെയ്തിരിക്കുന്ന ക്യാമറ ഉണ്ട്, നമുക്ക് ചെക്ക് ചെയ്യാം. അത് വെച്ച് നമുക്ക് കാണാം നമ്മളെത്തും. ഓക്കെ, ഇൻഡസ്ട്രി നോക്കില്ലേ, എന്താ പൊന്നേ, ഇതൊക്കെയല്ലേ കാഴ്ചകള്. ഇത് എന്താ റോഡ് ട്രിപ്പ് അല്ലേ, എന്താ റൈഡിന്റെ വൈബ്. ഓ നിങ്ങളെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വന്ന എക്സ്പീരിയൻസ് കേട്ടോ. മൗണ്ടൻ റോഡ് ഇതുണ്ടോ. ഓക്കെ, നമ്മളിപ്പോൾ തന്നെ വൈകിട്ട് ഒരുപാട് 4:50 5 മണിയായി ഏകദേശം. നമുക്ക് ഇനി 160 കിലോമീറ്റർ പോകാനുണ്ട്. 160 കിലോമീറ്ററിൻ്റെ പ്രശ്നമല്ല, ഇവിടുത്തെ തണുപ്പാണ് ഏറ്റവും വലിയ പ്രശ്നം. അതാണ് ലൈക്ക് അതിനെ തരണം ചെയ്യാനാണ് നമുക്ക് പ്രശ്നം വരുന്നത്. ഓക്കെ, എന്തായാലും തരണം ചെയ്തല്ലേ പറ്റുള്ളൂ അല്ലേ. വളരെ സങ്കടപ്പെട്ടിട്ടാണ് ഓരോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് സങ്കടം വരിക. കാരണം എത്ര ഭാഗം ഡിലീറ്റ് ചെയ്ത് കളയണമെന്നത്, കട്ട് ചെയ്ത് കളയണം. അതിൻ്റെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. കാരണം അത്രയും ഭംഗിയുള്ള ഓരോ ഫുട്ടേജസാണ് നമ്മൾ കളയാവുക. അപ്പോൾ അതായത് ഏറ്റവും കൂടുതൽ നല്ല ഫുട്ടേജസ് ആയിരിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരുന്നത്. പക്ഷെ കട്ട് ചെയ്ത് കളയുന്ന ഫുട്ടേജ് ഒരിക്കലും നല്ലതല്ല എന്നല്ല ഞാൻ പറയുന്നത്. അതാണ് നമുക്കെല്ലാം അത്രയും സങ്കടപ്പെട്ടിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്യേണ്ടി വരുന്നത്. കാരണം എന്താ ചെയ്യുക, എല്ലാ ഫുട്ടേജും വെച്ച് കഴിഞ്ഞാൽ മണിക്കൂർ കണക്കാവും വീഡിയോ. ഓക്കെ, അപ്പോൾ മെമ്മറി കാർഡ് വർക്കായാൽ മതിയായിരുന്നു. ഞാൻ എക്സ്ട്രീമാണ് മേടിച്ചിട്ടേക്കണേ കേട്ടോ. എക്സ്ട്രീം പ്രോയാണ് മേടിച്ചേക്കണേ. ഓ എന്നിട്ടും ഇങ്ങനെ കാണിക്കുന്നു. എന്തുവാ ഇത്, ആർക്കറിയാം. നോക്കാം, മേ ബി തണുപ്പായതുകൊണ്ടായിരിക്കണം കേട്ടോ. തണുപ്പായതുകൊണ്ട് ആ ഒരു തണുപ്പടിച്ചതിൻ്റെ ആ ഒരു ഇത് കാരണമായിരിക്കും. നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് ഇട്ട് നോക്കാം. അതിനനുസരിച്ച് എത്രത്തോളം ഭംഗിയുണ്ടോ അത്രത്തോളം ഡേഞ്ചറും ഉണ്ട്. സോ ഓൾവേസ് വെയർ റൈഡിങ് ഗിയേഴ്സ്. ഓക്കെ, നമ്മൾ റൈഡിങ് ഗിയേഴ്സ് ഇല്ലാതെ റൈഡ് ചെയ്യരുത്, ഹെൽമെറ്റ് ഇല്ലാതെ റൈഡ് ചെയ്യരുത്, സേഫ്റ്റി പ്രിക്കോഷൻസ് എല്ലാം എടുക്കുക. ഓക്കെ, എന്നിട്ട് ആസ്വദിക്കുക. ആക്ച്വലി 2 ദിവസമായി ഹാൻഡേ പറഞ്ഞിട്ടിരിക്കുന്നു. പാങ്ങോങ് ഹാൻഡേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസം ഓരോരോ പ്രശ്നങ്ങളാണ്. ഈ ദിവസങ്ങളും പ്രശ്നങ്ങളിലാണ് തുടങ്ങിയിരിക്കുന്നത്. പക്ഷെ പ്രശ്നങ്ങളെല്ലാം നമ്മൾ അതിജീവിച്ചിരിക്കുന്നു. ഇനി അതിജീവിക്കേണ്ടത് തണുപ്പിനെയാണ്. ഓരോ സെക്കൻഡ് കഴിയും തോറും തണുപ്പ് കൂടി വരുന്നുണ്ട്.
ആ ഒരു പ്രശ്നം കൂടെ തരണം ചെയ്ത് നമ്മൾ ഹാൻഡിൽ എത്തും. ഓക്കെ അപ്പൊ നിങ്ങൾ എല്ലാവരും നമ്മുടെ കൂടെ വേണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പുതിയതായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ. ഓ തണുത്തിട്ട് പാടില്ല വായി. പിന്നെ ചിലരെങ്കിലും മലയില് നമ്മള് ഇപ്പൊ റൈഡിങ് ഇഷ്ടപ്പെടുന്നവർ പറയില്ല, വേറെ ചിലരെങ്കിലും മേ ബി ഒരു പെർസെൻറ്റേജ് കുറവായിരിക്കും, 0.001% ഉള്ള ആൾക്കാരെങ്കിലും വീട്ടിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ തണുത്ത് ചാവാൻ വേണ്ടിയിട്ട് എന്തിനാണ് അവിടെ പോകുന്നത്. അത് ഞാൻ ഒരു കാര്യം പറ്റേ, അതിപ്പോ നമ്മുടെ നാട്ടുകാരാണ് പറയുന്നത് കേട്ടോ. അതായത് വീട്ടിനടുത്തുള്ള ആൾക്കാർ അല്ലെങ്കിൽ കുറച്ചിട്ട് ആൾക്കാർ, അത് സത്യം പറഞ്ഞാൽ എന്താണെന്നറിയോ, അത് അവർക്കുള്ള അസൂയാണ്. അവർക്ക് പോകാൻ പറ്റാത്തതിന്റെ അസൂയാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. സീരിയസ്ലി അവർക്ക് പോകാൻ പറ്റാത്തതിന്റെ അസൂയാണ് അവർ അങ്ങനെ പറഞ്ഞു തീർക്കുന്നത്. അത് നിങ്ങൾ ആരും മൈൻഡ് ചെയ്യരുത്. അത് മൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൂടെ മൂഡ് ഓഫ് ആവും. അപ്പൊ അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടെ യാത്ര തുടരുക. നമുക്കിപ്പോ എന്താ പറയാ, അവരെ ഒന്നും ബോധിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ എങ്ങനെയാണ് യാത്ര ചെയ്യുന്നത്, ആരുടെ നിന്നാണ് എങ്ങനെയാണ് നമ്മൾ കാറ്റുണ്ടാക്കുന്നത്, എങ്ങനെയാണ് കാറ്റുണ്ടാക്കിയിട്ട് നമ്മൾ ട്രിപ്പ് പോകുന്നത്, ഇതൊന്നും ഒരാളോടും പറയേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ നമ്മുടെ അച്ഛനും അമ്മയുണ്ട്. അച്ഛനും അമ്മയോട് കാര്യം പറയാ, ഇറങ്ങുക, അത്രേ ഉള്ളൂ. മനസ്സിലായോ? ഇപ്പൊ ഞാൻ ട്രിപ്പ് വരുന്നതിന് മുന്നേ എന്നോട് ചോദിച്ച ചോദ്യങ്ങളിൽ ഒന്നാണ് ഇത്. എന്തിനാണ് ഇപ്പൊ ഇത്രയും കാശ് മുടക്കിയിട്ട് അങ്ങോട്ട് പോകുന്നത്, എന്തിന്, അവർക്ക് എന്തറിയാനാണ്? മനസ്സിലായോ? അപ്പൊ അങ്ങനെ ചോദിക്കുന്നവര് നമ്മുടെ കൂട്ടത്തിലുണ്ട്, ഇല്ല എന്നല്ല. അങ്ങനെ ചോദിക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ എൻ്റെ വീഡിയോ കാണണ്ട, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ട്രിപ്പ് കാണണ്ട. ഞാൻ നിങ്ങളുടെ കാശ് എടുത്തിട്ടല്ലല്ലോ വരാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ കാശ്, എൻ്റെ വണ്ടി, ഇത് ഓക്കെ. നിങ്ങൾക്ക് പറ്റി അങ്ങനെ ട്രിപ്പ് പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം എന്തായിരിക്കും? നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടമുള്ളത് വീട്ടിനകത്ത് അടച്ചിരുന്ന് ചീട്ട് കളിക്കുന്നു, അല്ലെ മദ്യപിക്കുന്നതോ ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ചെയ്യാം. ഓക്കെ. വാട്ട് എ റോഡ്. യോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഓക്കെ, അപ്പോൾ നമ്മൾ ഫുൾ വൈബിലാണ്, ഫുൾ ചില്ലാണ്. ചില്ല് എന്ന് പറഞ്ഞാൽ ചില്ല് പെട്ടിയിലിടുന്ന ചില്ല്, അത്രയും ചില്ല്, പൊളി സാധനം. തണുപ്പ് എന്ന് പറഞ്ഞാൽ അജാതി തണുപ്പ്. നമ്മൾ തണുപ്പിനെ അതിജീവിച്ച് നമ്മൾ എങ്ങനെ ആനിലെത്തണം, അതാണ് നമ്മുടെ ടാർഗറ്റ്. So guys, stay tuned. നിങ്ങൾക്ക് എല്ലാവർക്കും ഭാവിയിൽ അല്ലെങ്കിൽ വളരെ അടുത്ത് തന്നെ ഇങ്ങനെ ഈ റോഡിലൂടെ റൈഡ് ചെയ്ത് പറന്നു പോകാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ നിങ്ങൾ സ്റ്റേ ട്യൂൺഡ്, നമ്മുടെ കൂടെ ഇരിക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് ഇടുക എന്തായാലും. ഓക്കെ. ഹാങ്ങിൽ എത്താൻ പറ്റിയില്ല. അപ്പോഴത്തേക്ക് നല്ല തണുപ്പ് തുടങ്ങി, സഹിക്കാൻ പറ്റാത്ത തണുപ്പ്. സോ നമ്മൾ ഇടയിലൊരു സ്ഥലത്തിൻ്റെ പേരൊന്നും അറിയില്ല, നോക്കിയിട്ട് വേണം പറയാൻ. നമ്മുടെ 360 കേടായിട്ടുണ്ട്. സോ ഇടയിലൊരു റൂം എടുത്തു. ഇവിടെ നിന്ന് ഇനി ഹാങ്ങിലെ ഒരു 90 കിലോമീറ്റർ അങ്ങോട്ടുണ്ട്. സോ നാളെ നമ്മൾ യാത്ര തുടരും. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. അവരൊക്കെ താഴെയാണ് കേട്ടോ, താഴെ പോയി. 1000 രൂപയുള്ളൂ കേട്ടോ. അത് 2000 രൂപയ്ക്ക് 2 റൂം വന്നു, 2 റൂം. സോ 500 രൂപ പെർ ഹെഡ്. 500 വരുന്നില്ലോ. ഓക്കെ. അപ്പോൾ നമുക്ക് നാളത്തെ വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം. അതുവരെയും ബൈ.